പവിത്രത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ റൂമിൽ തരുൺ എന്തോ ഫയൽ തിരുന്നതിനിടയിലാണ് അതിനിടയിൽ നിന്ന് രാധികയുടെ ഫോട്ടോ താഴേക്ക് വീഴുന്നത്. അവൻ ആ ഫോട്ടോ കയ്യിലെടുത്ത് ടെൻഷനോടെ ആ ഫോട്ടോയും പിടിച്ചിരിപ്പ. വേദ തന്റെ റൂമിൽ ഗൗരിയുടെ സ്കൂൾ ബാഗ് എല്ലാം റെഡിയാക്കുമ്പോഴാണ് സേതുലക്ഷ്മി അങ്ങോട്ട് വന്ന്, മോളെ, കുട്ടികൾക്കുള്ള കഥകളുടെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ സ്വന്തം മനസ്സിൽ നിന്ന് കഥ എടുത്ത് കൊടുക്കണമെന്നില്ല, വേറൊന്നും കൊണ്ടല്ല. എന്നെങ്കിലും ഒരിക്കൽ താൻ കേട്ടത് കഥകൾ മാത്രമായിരുന്നില്ലെന്ന് അവൾക്ക് തോന്നില്ലേ എന്ന് സേതുലക്ഷ്മി ചോദിക്കെ, അത് എന്നെങ്കിലും അവൾ അറിഞ്ഞില്ലേ പറ്റൂ അമ്മേ എന്ന് വേദ പറയെ സേതുലക്ഷ്മി ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് ഗൗരി, അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. ചോദിച്ചോ എന്ന് വേദ പറയെ. അമ്മയും അച്ഛനും ഡൈവേഴ്സ് ആണോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. എന്തേ എന്ന് വേദ ചോദിക്കേ. എന്റെ ക്ലാസ്സിലത്തെ ബബീഷ് അമ്മയുടെ കൂടെയാ കിടക്ക, അച്ഛൻ വേറെ മുറിയിലും. അതിന് കാരണമായിട്ട് അവൻ പറഞ്ഞത് അവര് ഡിവോഴ്സ് ആവാൻ പോവാന്ന് അവൻ പറഞ്ഞത്. നിങ്ങൾ ഡിവോഴ്സാ? ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ചോദിച്ചു. എല്ലാവരും അച്ഛന്റെയും അമ്മേന്റെയും കൂടെ കിടക്കുക, ഞാനും ബബീഷും മാത്രം അമ്മയുടെ കൂടെയാ. അമ്മ ഡിവോഴ്സാ എന്ന് ഗൗരി നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. വേദവളെ തന്റെ മടിയിലേക്ക് ഇരുത്തി ചിരിയോടെ, മോളുടെ അമ്മയെ ഡിവോഴ്സ് അല്ല, പോരെ എന്ന് ചോദിക്കേ. മതി എന്ന് അവളും തലയാട്ടുകയാണ്. സേതുലക്ഷ്മി കാപ്പിയുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാധികയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്ന തരുണിനെയാണ് കാണുന്നത്. അമ്മയെ കാണി അവൻ പെട്ടെന്ന് ഫോട്ടോ ബെഡിലേക്ക് വെക്കുമ്പോഴേക്കും അമ്മ അവന് കാപ്പി നൽകുകയും, ഇപ്പൊ എന്താ ഇതൊക്കെ എടുത്ത് നോക്കാൻ തോന്നിയത് എന്നമ്മ ചോദിക്കേ. മറന്നുവെന്ന് അഭിനയിക്കാൻ നല്ലതായിരുന്നു, ഓർമ്മകൾ മായില്ലല്ലോ അമ്മേ എന്ന് തരുണും ചോദിക്കുക. സേതുലക്ഷ്മി അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട്, മോനെ, ഗൗരി ഒരു പ്രായം എത്തുന്നതുവരെ അവൾ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നാതിരിക്കാനല്ലേ നമ്മൾ രാധികയുടെ ചിത്രമെല്ലാം എടുത്തു മാറ്റിയത് എന്നമ്മ ചോദിക്കേ. അതിപ്പോ കൂടുതൽ പ്രശ്നമായോ എന്നൊരു തോന്നല എനിക്കെന്ന്. അമ്മ ശ്രദ്ധിക്കാറില്ലേ, ഗൗരിക്ക് വേദയോടുള്ളതിനേക്കാളും അറ്റാച്ച്മെന്റാ വേദിക്ക് ഗൗരിയോടുള്ളത്. കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ വന്നയാളായല്ല, ശരിക്കും അമ്മ തന്നെ ആയിട്ടാണ് അവൾ ഇപ്പോ ഗൗരിയോട് പെരുമാറുന്നത് എന്ന് തരുൺ ടെൻഷനോടെ പറയേ. ആയിക്കോട്ടെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്ക് സന്തോഷം കിട്ടുന്നില്ലേ, അത് പോരെ എന്നമ്മയും ചോദിക്കുക. അത് മാത്രം മതിയോ അമ്മേ? ഞാൻ അച്ഛനും വേദ അമ്മയുമാണെന്നാണ് അവളുടെ വിശ്വാസം. അതിനി എന്നാണ് തിരുത്തുക? ചിലപ്പോ ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരില്ലായിരിക്കും, അല്ലേ അമ്മേ എന്നവൻ ചോദിക്കുന്നവൾക്ക് എന്നുവെച്ചാ എന്ന സംശയത്തോടെ സേതുലക്ഷ്മിയും ചോദിക്കുക. നോക്കാം, പോകെ പോകെ എല്ലാം ശരിയാകുമായിരിക്കും എന്ന് പറഞ്ഞ് തരുൺ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പിന്നീട് കോടതിയിൽ വിക്രത്തിന്റെ കേസ് വിളിച്ചിരിക്കുകയാണ്. CR 97/2026 ചന്ദ്രശേഖരൻ മർഡർ കേസ് പ്രതി വിക്രം സുധാകരൻ എന്ന് വിളിക്കുമ്പോഴേക്കും വിക്രത്തെയും കൊണ്ട് പോലീസുകാരൻ അങ്ങോട്ടെത്തുകയാണ്. അപ്പോഴേക്കും ജഡ്ജും ശങ്കരനാരായണനോടായി, എന്താണ് ശങ്കരനാരായണൻ സാറേ, ഇങ്ങനൊരു നിർദ്ദേശം അപൂർവമാണല്ലോ. ഒരിക്കലൊരു വിഷൻ അപ്പീലും വിചാരണയും കഴിഞ്ഞ് തള്ളിയ കേസ് വീണ്ടും റീഓപ്പൺ ആവുകയാണല്ലോ എന്ന് ചോദിക്കെ, കേസിന്റെ മെറിറ്റ് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാവണം യുവർ ഓണർ. ഷാൾ ഐ പ്രൊസീഡ് എന്ന് ശങ്കരനാരായണൻ ചോദിക്കെ. ഓഫ് കോഴ്സ് എന്ന് ജഡ്ജി അനുമതി നൽകുകയും. ശങ്കരനാരായണൻ എഴുന്നേറ്റ് ചെന്ന് ജഡ്ജിയെ വണങ്ങി. സർ, പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ഒരു സാക്ഷിയെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയേ. ദർശൻ എഴുന്നേറ്റ്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഡിഫൻസ് കൗൺസിൽ പലതവണ ക്രോസ് വിസ്താരം നടത്തിയതാണ് എന്ന് പറയേ. ജഡ്ജിയും അതറിഞ്ഞിട്ടാണല്ലോ വക്കീൽ ഹൈക്കോടതി വീണ്ടും വിചാരണ ചെയ്യാൻ അനുവദിച്ചത് എന്ന് പറയേ. ദർശൻ തന്റെ സീറ്റിലേക്ക് ഇരിക്കും. യു ക്യാരി ഓൺ എന്ന് ജഡ്ജി ശങ്കരനാരായണനോടായി പറയുമ്പോഴേക്കും തോട്ടപ്പള്ളി ഫെർണാണ്ടസ് മകൻ ജോബിയെ അങ്ങോട്ട് വിളിക്കുക. ശങ്കരനാരായണൻ തന്റെ വാദം തുടങ്ങുകയാണ്. സാർ, മുമ്പൊരിക്കൽ പ്രോസിക്യൂഷൻ ഇവിടെ ജോബിയെ പറ്റി വിശേഷിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്നാണ്. അതേ ചാരിറ്റിയിലൂടെ പട്ടിണിപ്പാവങ്ങളുടെ കയ്യിൽ നിന്നും 10 കോടിയോളം തട്ടിയെടുത്ത കേസിൽ ഇയാളും ഇയാളുടെ അച്ഛനും വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. ചന്ദ്രശേഖരൻ മർഡർ കേസിൽ കോടതി മുഖവിലിക്കെടുത്ത ദൃക്സാക്ഷിയുടെ വിശ്വാസ്യതയും ഇന്റഗ്രിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോഴേക്കും ദർശൻ എഴുന്നേറ്റ്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഒരു കേസിലെ സാക്ഷി മറ്റൊരു കേസിലെ പ്രതി ആയിക്കൂടുന്നില്ലല്ലോ. അത് കണക്കാക്കി സാക്ഷിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് ദർശൻ വാദിക്കുകയാണ്. അത് കേട്ട് ശങ്കരനാരായണനും, യെസ്, അതേ മാനദണ്ഡമാണ് ഞാനും മുന്നോട്ട് വെക്കുന്നത്. ഒരാൾ മുമ്പ് ചില കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് കരുതി അയാൾ ഒരു പ്രത്യേക കുറ്റം ചെയ്തുവെന്ന് വിധിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അത് കേൾക്കെ ജഡ്ജും, ഇതിൽ ഒബ്ജക്ഷന്റെ കാര്യമൊന്നും ഇല്ല ദർശൻ വക്കീലെ എന്ന് പറഞ്ഞ് ശങ്കരനാരായണനോട് പ്രൊസീഡ് ചെയ്യാൻ അനുവാദം നൽകുകയും അദ്ദേഹം ജോബിയുടെ അരികിലേക്ക് ചെന്ന്, വിക്രം വെടിവെക്കുന്നത് ജോബി കണ്ടുവെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കെ. അത് ഞാൻ കണ്ടതാണെന്ന് ജോബിയും. ആ രംഗമൊന്ന് വിശദീകരിക്കാമെന്ന് ശങ്കരനാരായണനും ചോദിക്കുക. അത് അടിപിടിക്കിടയിൽ വിക്രം തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു എന്ന് ജോബി പറയെ. ഓ, അങ്ങനെയാണോ എന്ന് സാറോ? അതെ എന്ന് ജോബി പറയെ. എങ്ങനെയാണ് വിക്രവും വേദയും അവിടേക്ക് എത്തിയതെന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്ന് വക്കീൽ ചോദിക്കെ. അത് വണ്ടിയിൽ വരികയായിരുന്നു എന്ന് ജോബി. അതായത് പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയായിരുന്നോ അതോ എന്ന് വക്കീൽ ചോദിക്കുക.
ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതല്ല, കാര്യങ്ങൾ സംസാരിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ജോബിയും. ആരെന്ന് വക്കീൽ ചോദിക്കെ മരിച്ച ചന്ദ്രശേഖരൻ സാർ, ശ്രീകാന്ത് സാറും എന്ന് ജോബി പറഞ്ഞു നിർത്തെ അവരോടൊപ്പം ജോബിയും അല്ലേ എന്ന് ശങ്കരനാരായണന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ജോബി സമ്മതിക്കെ വേറെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട്. ഡ്രൈവറും ഒരു സഹായിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ എന്ന് ജോബി പറയുന്നത് കേൾക്കെ സംസാരിക്കാൻ എന്തിനാണ് അങ്ങനെ വിജനമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്? അതിലൊരു അസ്വാഭാവികതയില്ലേ എന്ന് ചോദിച്ച ജഡ്ജിയോടായി യുവർ ഓണർ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ സേതു എന്നൊരാൾ കൊടുത്ത മൊഴി പ്രകാരം കണ്ണീർ മലയിലേക്ക് പോയ വിക്രത്തെയും വേദയെയും അന്വേഷിച്ചു പോകവേ വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കുന്നത് കണ്ടു എന്നതാണ്. ആ മൊഴി കോടതി രേഖകളിലുണ്ട്. പക്ഷേ ജോബി പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്നതാണ് എന്ന് സാർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ദർശൻ വീണ്ടും എഴുന്നേറ്റ് ഒബ്ജക്ഷൻ യുവർ ഓണർ, അവര് തമ്മിൽ അടി നടന്നുവെന്ന് തന്നെയാണ് ജോബിയുടെ മൊഴിയിലുള്ളത്. പ്രതിഭാഗം വക്കീല് വെറുതെ സാക്ഷിയെ വളച്ചൊടിക്കുകയാണ് എന്ന് പറയെ ശങ്കരനാരായണനും പറയുന്നുണ്ട്. ഞാൻ ചോദ്യം വ്യക്തമാക്കി. വിക്രത്തെയും വേദയെയും അനിയും കുട്ടനെയും മരത്തിൽ കെട്ടിയിട്ട് തല്ലുന്നത് ജോബി കണ്ടിട്ടുണ്ടോ ഇല്ലയോ? വിക്രത്തിന്റെ മൊഴിയിൽ അവനെ ക്രൂരമായി മർദ്ദിക്കുകയും സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്ന് സാർ ചോദിക്കെ എനിക്ക് ഓർമ്മയില്ലെന്ന് ജോബിയും. വിക്രം തോക്കെടുത്തത് എവിടെ നിന്നായിരുന്നു എന്ന് സാർ ചോദിക്കെ അത് പോക്കറ്റിൽ നിന്നായിരുന്നു എന്ന് ജോബിയും. ഉറപ്പാണോ എന്ന് സാർ വീണ്ടും ചോദിക്കും. അടിക്കിടയിൽ വിക്രം തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. ആദ്യം വെടിവെച്ചത് ആ ചെറുക്കന് കൊണ്ടു. അപ്പോ തന്നെ ചന്ദ്രശേഖരൻ സാറും ശ്രീകാന്ത് സാറും ഓടി. വിക്രം പുറകെ ചെന്ന് അവരെ വെടിവെച്ചു. അത് ഞാൻ കണ്ടതാണെന്ന് ജോബി പറയേ അപ്പോ ജോബി എവിടെയായിരുന്നു എന്ന് സാർ ചോദിക്കും. ഞാൻ സത്യത്തിൽ പേടിച്ച് ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് ജോബി പറയേ ശങ്കരനാരായണനും യുവർ ഓണർ, ജോബി ഇപ്പൊ പറഞ്ഞത് ഇത് മാത്രമാണ് സത്യം. ജോബി മരത്തിനു പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ മരത്തിനു മുകളിൽ മറ്റൊരു കണ്ണുണ്ടായിരുന്നത് ജോബി അപ്പോ ശ്രദ്ധിച്ചില്ല. യുവർ ഓണർ, ഭവന തട്ടിപ്പ് കേസിൽ ജോബിയുടെ വീടും ഓഫീസുമെല്ലാം പോലീസ് റെയ്ഡ് ചെയ്തു. കൊണ്ടുപോയ വസ്തുക്കളുടെ കൂട്ടത്തിൽ മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു. ജോബി അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സർവൈലൻസ് ക്യാമറ. അത് ജോബിയുടെ ക്യാമറയായിരുന്നില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീർ മലയുടെ പരിസരത്ത് വെച്ച് വനം വകുപ്പിന് നഷ്ടപ്പെട്ട ക്യാമറ. എല്ലാം കഴിഞ്ഞ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ക്യാമറയിൽ തങ്ങൾ എല്ലാവരും കുടുങ്ങിയിട്ടുള്ള കാര്യം ശ്രീകാന്തും സംഘവും അറിഞ്ഞത്. അത് സെൻട്രൽ കണക്ടിവിറ്റി ഇല്ലാത്ത കോഡ് ചെയ്ത വിഷ്വൽസ് 1 മാസത്തോളം അതിനുള്ളിലെ ചിപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരം ഒരു ക്യാമറയായിരുന്നു. അത് അവിടെ നിന്ന് അവർ ഇളക്കി മാറ്റി. പക്ഷേ അത് നശിപ്പിച്ചു കളയാതെ ജോബി വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഈ വിഷ്വൽസ് ശ്രീകാന്തിനെതിരെ ഉപയോഗിക്കാമെന്ന് ഇയാൾ വിചാരിച്ചു കാണും. ജോബി ഒരു ഹാബിച്വൽ ക്രിമിനൽ ആണ്. ഇടുക്കിയിൽ വെച്ച് തോട്ടം തൊഴിലാളികളുടെ കൂലി തട്ടിച്ചതിന് കമ്പനി ഇയാളെ പുറത്താക്കിയതാണ്. അത് കണ്ടെത്തിയത് വേദയാണ് എന്നുള്ളതാണ് ഇയാൾക്ക് വേദയോടും വിക്രത്തോടുമുള്ള ശത്രുത. അതുകൊണ്ടാണ് ഇയാൾ ശ്രീകാന്തിനോടും ചന്ദ്രശേഖരനോടും ഒപ്പം ചേർന്നു 10 കോടിയോളം വരുന്ന മറ്റൊരു തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്നു. അയാളുടെ മൊഴി ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളയണം. വനം വകുപ്പിന്റെ ക്യാമറ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ചില വീഡിയോസ് ഡേറ്റ് സഹിതം കോടതിക്ക് കാണാവുന്നതാണ്. ചന്ദ്രശേഖരൻ തോക്ക് അഴയിൽ നിന്ന് എടുക്കുന്നതും അടിയിൽ അത് തെറിച്ചു പോകുന്നതും വീണ്ടും ആ തോക്കെടുത്ത് വെടിവെക്കുന്നതും അതിൽ കാണാൻ സാധിക്കും. ശ്രീകാന്തും വിക്രവും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ തോക്കിൽ നിന്നുയർന്ന വെടികൊണ്ട് ശേഖരൻ നിലംപതിക്കുന്നതും അതിൽ വ്യക്തമാണ്. ഇവരിൽ നിന്നേറ്റ കൊടിയ പീഡനങ്ങൾക്കു ശേഷം സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ എതിരാളിയുടെ കൂടി സമ്മർദ്ദം കൊണ്ട് പൊട്ടിപ്പുറത്തു പോയ വെടിയുണ്ട കൊണ്ട് മരിച്ചതിന് ഒരാളെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത് ശരിയല്ല യുവർ ഓണർ എന്ന് അദ്ദേഹം വാദിച്ചു നിർത്തുമ്പോഴേക്കും ദർശൻ എഴുന്നേറ്റ് ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയെ ജഡ്ജി ദർശനെ തടയുന്നുണ്ട്. ശങ്കരനാരായണൻ വീണ്ടും യുവർ ഓണർ, അടുത്തത് ആരുടേതായിരുന്നു എന്ന ചോദ്യമാണ്. ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ശ്രീനിവാസന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കൊടും ചതിയലായ പുളിക്കന്. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ലൈസൻസ് പുതുക്കാൻ ശ്രമിക്കവേ ഇത് തിരിച്ചറിഞ്ഞ ശ്രീനിവാസൻ ഒരു പരാതി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിന്റെ കോപ്പി കൂടി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പുളിക്കന്റെയും വരുണിന്റെയും കൊലപാതകം കൂടി ഒരു പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിടണമെന്നും ഇവരെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഉത്തരവുണ്ടാകണമെന്നും അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് ശങ്കരനാരായണൻ പറഞ്ഞു നിർത്തുകയാണ്. പിന്നീട് കോടതി കഴിഞ്ഞ് വിക്രത്തെയും കൊണ്ട് പോലീസുകാർ മുറ്റത്തേക്കിറങ്ങി വരുമ്പോഴേക്കും ശങ്കരനാരായണൻ വിക്രത്തിന്റെ അരികിലേക്ക് ചെന്ന് ഇത്തവണ കോടതി വിധി നമുക്ക് അനുകൂലമായിരിക്കും, ഉറപ്പ്, വാ എന്ന് പറഞ്ഞ് വിക്രത്തെ വിളിക്കുകയാ. കേട്ട് കൂടെയുള്ള പോലീസുകാരൻ സംശയത്തോടെ സാറെന്ന് വിളിക്കേ, വിക്രത്തെ ഇപ്പോഴേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലടോ, ജീപ്പ് വരെ ഞാനുമുണ്ടെന്ന് പറഞ്ഞ് വിക്രത്തെയും കൂട്ടി നടക്കുകയാ. വിക്രം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയേ വിക്രവും പറയുന്നുണ്ട്. ഞാൻ ആരെയും കാണാൻ വരാൻ സമ്മതിക്കാറില്ല, അച്ഛനോട് പോലും വരേണ്ടെന്നാ പറയാറ്. ഇനിയിപ്പോ ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. അച്ഛൻ അന്വേഷിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക, വേദ എവിടെയുണ്ട്? ജയിൽവാസം തുടങ്ങിയ കാലത്ത് ഞാൻ പുറത്തിറങ്ങുന്നതുവരെ അവൾ എവിടെയെങ്കിലും സുരക്ഷിതയായിരിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നാളുകൾ കഴിയുന്തോറും ഒരു തവണയെങ്കിലും അവൾ എന്നെ കാണാൻ വരാത്തത് എന്ത് എന്നൊരു ചോദ്യമായിരുന്നു എനിക്ക്. ചിലപ്പോ എനിക്ക് തോന്നും അവൾ വരാത്തത് നന്നായെന്ന്. എത്ര രഹസ്യമായി വന്നു പോയാലും അത് പുറത്തറിയും, അവളുടെ ജീവനെ തന്നെ അത് ബാധിക്കും. ചിലപ്പോ തോന്നും അവൾ ഇതെല്ലാം വിട്ട് മറ്റൊരു ജീവിതം ജീവിക്കുകയായിരിക്കുമെന്ന്. അച്ഛൻ എന്ത് തോന്നുന്നു? ഞാൻ പുറത്തിറങ്ങുമ്പോ എന്നെ കാത്തു നിൽക്കാൻ വേദയും കൂടി ഉണ്ടാവുമോ
എന്നവൻ പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ റീഅപ്പീൽ ചെയ്ത് പരാജയപ്പെട്ടപ്പോ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സുകൊണ്ടൊരു ജീവപര്യന്തം അനുഭവിക്കാൻ തയ്യാറെടുത്തുവെന്ന്. എന്നിട്ടത് സംഭവിച്ചോ? ഇല്ലല്ലോ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സത്യം നമുക്ക് വേണ്ടി പുറത്തു വന്നില്ലേ? വേദിയുടെ കാര്യത്തിലും അത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് സാറ് പറയുമ്പോഴേക്കും വാ എന്ന് പറഞ്ഞ് പോലീസുകാരൻ വിളിക്കുക. പോവാൻ നോക്ക്, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് സാറും പറയുന്നു. അപ്പോ അച്ഛൻ വേദയെ കണ്ടിരുന്നുവല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും വാ പോകാമെന്ന് പറഞ്ഞ് പോലീസുകാരൻ അവനെ വലിക്കുന്നുണ്ട്. വിക്രം വീണ്ടും തിരിഞ്ഞു നിന്ന് ഞാൻ ഇറങ്ങാൻ പോകുന്ന കാര്യം അച്ഛൻ അവളെ അറിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കെ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ നിൽപ്പാ. അത് കണ്ട് ശരിയെന്നാ എന്ന് പറഞ്ഞ് വിക്രവും യാത്ര പറഞ്ഞു പോവുകയും അപ്പോഴാണ് ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ശങ്കരനാരായണൻ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് ചെന്ന് ഹലോ, ഈ ഒരു ക്യാമറയും എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളെയൊക്കെ അങ്ങ് അകത്താക്കാമെന്നാണ് വിചാരം എന്ന് ചോദിക്കെ ഞാൻ ശ്രമിക്കുന്നതേ ഒരാളെ പുറത്തു കൊണ്ടുവരാനാ. അതിനുശേഷം കോടതി ആ കേസിൽ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചാൽ ആരൊക്കെ അകത്തു പോകുമെന്ന് എനിക്കറിയില്ല, അതപ്പോ കാണാമെന്ന് അച്ഛനും പറയുന്നുണ്ട്. ശ്രീകാന്തും ചിരിയോടെ അപ്പോൾ മരുമകനെ പുറത്തിറക്കി മകളെ കണ്ടെത്തി ഒരുമിപ്പിക്കാനായിരിക്കും നീക്കം അല്ലേ എന്ന് ചോദിക്കെ എന്നായാലും ഒന്നിക്കേണ്ടത് ഒന്നിച്ചല്ലേ പറ്റൂ എന്ന് ശങ്കരനാരായണനും പറയുകയാ. ഇനി അത് നിങ്ങൾ സ്വപ്നം കാണണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ശ്രീകാന്തും ഉറപ്പിച്ചു പറയും. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട വിക്രമിന്റെ കാര്യം കണ്ടില്ലേ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാള് പുറത്തു വരുമെന്ന് ഉറപ്പായില്ലേ? എല്ലാ കാര്യവും അത്രയേ ഉള്ളൂ ശ്രീകാന്ത്, നടക്കേണ്ടത് നടക്കും, അത് ഉദയമാണെങ്കിലും അസ്തമയമാണെങ്കിലും എന്നച്ഛനും ആത്മവിശ്വാസത്തോടെ ചിരിയോടെ പറയുന്നുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി കളിക്കുമായിരുന്നല്ലേ? അപ്പോ എനിക്ക് വിധിച്ചിട്ടുള്ളത് വില്ലിൽ പറഞ്ഞത് പ്രകാരം ഒരു ഇന്ററിം പീരീഡ് മാത്രം, അതിനുള്ളിൽ അവനെയും പുറത്തിറക്കി മകളെയും കൂട്ടിമുട്ടിച്ച് അവർക്കൊരു കുഞ്ഞുകൂടി പിറന്നാൽ എല്ലാം ഞാൻ അവസാനിപ്പിച്ചിട്ട് വിട്ടൊഴിയണം. പെർഫെക്റ്റ് പ്ലാൻ എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. കുറച്ചു കാലത്തേക്ക് നിന്റെ ശല്യം ഒഴിവാക്കി നിർത്താൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നച്ചൻ പറയേ കൈവശം വന്നതൊക്കെ ഞാൻ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശ്രീകാന്തും ചോദിക്കുക, നീ വിട്ടുകളയണമെന്ന് ആര് പറഞ്ഞു ശ്രീകാന്തേ? അത് അവകാശപ്പെട്ടവർ വന്ന് ഏറ്റെടുത്തോളും, അതിനിവിടെ നിയമത്തിന്റേതായ വഴികളുണ്ട് എന്നച്ഛനും ഉറപ്പിച്ചു പറയുക. ഓഹോ, അപ്പൊ അവള് തിരിച്ചെത്തുമെന്നും ജീവിതം തുടങ്ങുമെന്നെല്ലാം മുൻകൂട്ടി ഉറപ്പിച്ചിട്ടാ നിങ്ങൾ ഇതിന് ഇറങ്ങിയതല്ലേ എന്ന് ശ്രീകാന്തും ചോദിക്കുക. അത് കേട്ട് അച്ഛൻ ചിരിക്കുമ്പോഴേക്കും ഈ ചിരി നിങ്ങളുടെ മുഖത്ത് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നില്ല, ഇനിയും കുറെ കാലത്തേക്ക് അത് മായ്ച്ചു കളയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല, അതിനെനിക്ക് നിയമത്തിന്റെ വഴിയുടെ ആവശ്യവുമില്ല. മകളെ തിരിച്ചെത്തിച്ച് പേരക്കുട്ടിക്ക് അവകാശം നേടിക്കൊടുക്കാനുള്ള കളിയാണ് താൻ കളിക്കുന്നതെങ്കിൽ അച്ഛനാണെന്നുള്ളത് ഞാൻ അങ്ങ് മറക്കും എന്ന് ശ്രീകാന്തും ഭീഷണിയോടെ പറയുന്നുണ്ട്. മകന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ എത്രയോ കാലം മുമ്പ് ഞാൻ പടിയിറക്കി വിട്ടുകളഞ്ഞു. എനിക്കിനി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് അല്പം മുമ്പ് ജീപ്പിൽ കയറി പോയവനാ അവൻ വിക്രം. പിന്നെ നീ പറഞ്ഞ പ്ലാൻ ശരിയാണ്, എനിക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്റെ മകളുടെയും വിക്രമിന്റെയും കൂടെ അവരുടെ കുഞ്ഞിന്റെ മുത്തശ്ശനായി കുറച്ചു കാലം ജീവിക്കണം. ഇത്രയും കാലം അവരനുഭവിച്ച സകല ദുരിതങ്ങൾക്കും വേദനകൾക്കും അന്ത്യമുണ്ടാവണം. സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കാലത്ത് എന്റെ പേരക്കുട്ടിക്ക് എനിക്കൊരു കഥ പറഞ്ഞു കൊടുക്കണം. എപ്പോഴോ ഒരിക്കൽ അവൾ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് പേടിച്ച് അവളുടെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട, എല്ലാം നശിച്ച് തോറ്റമ്പിപ്പോയ, ചെയ്ത തെറ്റുകൾക്ക് മുഴുവൻ എണ്ണി എണ്ണി കണക്കു പറയേണ്ടി വന്ന അവളുടെ അമ്മാവന്റെ കഥ, പുതിയ കാലത്തെ കംസന്റെ കഥ. അന്ന് അവൾക്ക് നിന്നെ നേരിൽ കാണണമെന്ന് തോന്നിയാൽ അപ്പൊ വരാം, നീ അടക്കമുള്ളവർ ചേർന്ന് വിക്രത്തെ അടച്ചിട്ട അതേ ജയിലിലേക്ക് എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ തന്റെ കാറിൽ കയറി പോവുകയും പെണ്ണിന്റെ വീട്ടിലെത്തിയ ശ്രീകാന്ത് ദേഷ്യം അടക്കാനാവാതെ സാബു മൊത്ത് ഡ്രിങ്ക്സ് കഴിക്കുന്നതിനിടയിൽ നിലത്തേക്ക് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. സാറേ എന്ന് സാബു വിളിക്കെ ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ സാബു, ഇത് ശരിക്കും അയാളുടെ പ്ലാനാ. ഇന്നും അത് അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവന്റെയും അവളുടെയും കൂടെ അവളുടെ കുഞ്ഞിന്റെ മുത്തശ്ശനായി ജീവിക്കണമെന്ന്. അതിനർത്ഥം അവളും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ എന്നവൻ ചോദിക്കേ. സാറേ, നാളുകൾക്ക് ശേഷം ജയിക്കാൻ ഒരു അവസരം കണ്ടെത്തിയ മനുഷ്യൻ അത് ആഘോഷിക്കുന്നെന്ന് കരുതിയാ മതി, അതല്ലാതെ ഇതിനു പിന്നിൽ യാതൊരു പ്ലാനും കാണില്ല. ഇപ്പൊ തന്നെ ആ ക്യാമറ കിട്ടിയത് കൊണ്ടല്ലേ ഈ കേസ് വീണ്ടും വിചാരണയ്ക്കെടുത്തത് എന്ന് സഭ പറയുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലും തോക്കിന്റെ കാര്യത്തിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് ഇന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. ഉറപ്പായും വിധി അവൻ അനുകൂലമായിരിക്കും എന്ന് ശ്രീകാന്തും ടെൻഷനോടെ പറയുകയാ. ആവട്ടെ, അവൻ പുറത്തിറങ്ങിയാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഇല്ലേ? അവൻ പുറത്തിറങ്ങിയാൽ ഉടനെ ഇത്രയും കാലം അജ്ഞാതവാസത്തിലായിരുന്ന വേദ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുമെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊരു കുഞ്ഞുമായി വേദ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇത്രയും കാലം വേദയെയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കോ? എന്നെങ്കിലും അവൻ പുറത്തിറങ്ങുമ്പോൾ മാത്രം നീ അവന്റെ മുന്നിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു നിർത്തുവോ? സാറേ, ടെൻഷൻ കൊണ്ട് മണ്ടത്തരം ആലോചിക്കില്ലേ. സാർ ഇനി ആലോചിക്കേണ്ടത് അവന്റെ കാര്യമാണെന്ന് സാബു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് സാബു, നല്ല വെടിപ്പായിട്ട് തന്നെ ഞാനത് ചെയ്യുമെന്ന് ശ്രീകാന്തും ഉറപ്പിച്ചു പറയുക. സാറേ, നേരിട്ട് മുട്ടാൻ പോയിട്ട് അബദ്ധം കാണിക്കരുത് എന്ന് സാബു വീണ്ടും ഓർമ്മിപ്പിക്കേ. എന്താടാ, എനിക്കത് പറ്റില്ലെന്നാണോ എന്ന് ശ്രീകാന്തും ചോദിക്കുക. അതല്ല സാറേ, നമ്മളായിട്ട് അവനെ ഒന്നും ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കണം. ആരെ തൊട്ടാലാണോ അവന് വേദനിക്കുക
അവരെ നമ്മൾ തൊഴണം. നമ്മളായിട്ട് നേരിട്ടല്ല. അവൻ ഒരിക്കലും തിരിച്ചറിയാത്ത ആളുകളെ കൊണ്ട് ചെയ്യിക്കണം. അവൻ പ്രതികരിക്കും, വഴക്കുണ്ടാക്കും, അത് കേസാവും. അവനെതിരെയുള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ബാക്കി നമുക്ക് നോക്കാം സാറേ. അവനെ നമുക്കൊരു സ്ഥിരം ക്രിമിനലായി ലൈവായി നിർത്തണം. ഒടുവിൽ ഏതോ ഒരുത്തന്റെ പിച്ചാത്തിക്ക് മുമ്പിൽ എങ്ങനെയോ തീർന്നു പോകുന്ന ഒരു പാവം ക്രിമിനൽ എന്ന് സാബു പറയുന്നവർക്ക് നീ കൊള്ളാലോടോ സാബു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.